മാത്രം ഓർമ്മിക്കുന്നു. ഈ രണ്ട് സമസ്തയിൽപ്പെട്ട ഒരു സമസ്തയുടെ നേതാവാണെന്ന് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മഹാനായ മണ്ണാർക്കാട്ടുകാരനാണ്. ആ നേരത്തെ അയാളുണ്ടാവുന്ന പെട്ടെന്ന് ചോദിച്ചാൽ മണ്ണാർക്കാട്ടുകാരനാണ്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ഉന്നതമായ പദവി അലങ്കരിക്കുന്നു. നിങ്ങൾ ഏത് വിഭാഗമാണെങ്കിലും ശരി, സമസ്തയുടെ ഔദ്യോഗികമായിട്ടൊരു തീരുമാനം തന്നിട്ട് നേർച്ചകൾ വരാൻ പോവാ. അടുത്ത മാസം മുതലേ നിങ്ങൾ പറഞ്ഞ സാഹിബ് പറഞ്ഞോടെ 99% ഔദ്യോഗികമായിട്ടൊന്ന് മഹല്ലുകളിൽ ഇറങ്ങിയിട്ട് പരിവർത്തനം നടത്തിക്കൂടെ? എന്നിട്ട് പിന്നെ നേർച്ചനങ്ങൾ പിന്നെ എന്തിനാതാക്കണേ? അനാചാരങ്ങൾ തന്നെയല്ലേ അതിന് നടക്കണേ? അന്ന് മാത്രമല്ല, സുതിരി പോയിട്ട് എത്ര ആളാന്ന് വെള്ളടിക്കണേ? എത്ര കള്ളുകുടിയന്മാരാണ് ബേഞ്ചിന്റെ മുമ്പിൽ വന്ന് ചാടുന്നത്, പള്ളി കോമ്പൗണ്ടിൽ മക്കാമിന്റെ മുന്നത്ത് വന്നിട്ട് ചാടുന്നത്? ഇതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുക്കണേ. നിങ്ങളുടെ ഈ മുഖ്യമായ ഒരു നിലപാടാണ്. ശക്തമായ ഒരു തീരുമാനം എടുത്തിട്ട് ഉത്പന്നമായ കേരള ജനതകൾക്കിടയിൽ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോ പറഞ്ഞതിലാകത്തുക നേർച്ചയോടനുബന്ധിച്ച് പട്ടാമ്പി നേർച്ചയും മറ്റുമൊക്കെ കുറെ ആൾക്കാർ കള്ളു കുടിച്ച് ചാടുന്നുണ്ട്. അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് ഇപ്പോൾ അയാൾ ആകെ പറഞ്ഞതിലാകത്തുക. അതാണ് ഇപ്പോൾ അയാൾ പറഞ്ഞു. എന്നാൽ ഞാൻ വേറൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ പലതുണ്ട്, പൂരങ്ങളുണ്ട്. പല രാഷ്ട്രീയക്കാരുടെയും, മുസ്ലിമോ അമുസ്ലിമോ എന്ന വ്യത്യാസമില്ല, പലരുടെയും പല പരിപാടിയും നടക്കുന്നുണ്ട്. അങ്ങനെ പല പരിപാടിയും നടക്കുമ്പോൾ അന്നുണ്ടല്ലോ ഈ കള്ള് ഷാപ്പിന്റെ മുമ്പിലും പച്ചയുടെ മുമ്പിലും കള്ളു കുടിച്ച് ചാടലും പിടിക്കലും ഒക്കെ ഉണ്ടല്ലോ. അതിന്റെ ഉത്തരവാദിത്തം നാം മുജാഹിദ് ഏറ്റെടുക്കട്ടെ. ഇതിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അത് മുജാഹിദ് ഏറ്റെടുക്കും. നേരത്തെ മാത്രം ഞങ്ങളുടെ വേണ്ടിയിൽ കെട്ടിയിരുന്ന ഈ വേറെ ലോകത്ത് കാണുന്ന ഈ കള്ളുടിന്റെ ഉത്തരവാദിത്തം ആരാ ഏറ്റെടുക്കുക? അപ്പൊ ലോകത്ത് പല കള്ളുടിയന്മാരും പലതും പറഞ്ഞു ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് സമസ്ത ഏറ്റെടുക്കൽസ് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഇസ്ലാമിന്റെ ശറഇന്റെ വിധി പറയാനേ കഴിയുള്ളൂ. സമസ്ത നേരിട്ട് ഓരോ പട്ടാമ്പി നേർച്ച മറ്റേ നേർച്ച ഒരു നേർച്ച സമസ്ത നേരിട്ട് നടത്തുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. സമസ്ത അങ്ങനെ നേർച്ച നടത്താനുള്ള മനുഷ്യമല്ല. പിന്നെ നാട്ടിൽ അങ്ങനെ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ സമസ്ത അതിനെക്കുറിച്ച് ഉത്ബോധനം നടത്തും. മക്കളെ തെറ്റ് പാടില്ല, തെറ്റ് ചെയ്യരുത്, അനാചാരം ചെയ്യരുത്, കണ്ണു കുടിക്കരുത്, മറ്റു ചെയ്യരുത് എന്ന് പറയും. അത് പറയാനേ സമസ്തക്കും മറ്റും ഏത് സംഘടനക്കും കഴിയുള്ളൂ. അതങ്ങനെ കഴിയുള്ളൂ. അല്ലാതെ നമുക്കിവിടെ നിയമം വഴിയെടുക്കാൻ കഴിയും. നിയമം നമ്മളെ കൈയെടുക്കാൻ പറ്റും. മതേതര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് പണ്ട് എല്ലാവർക്കും അറിയാം. എന്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് ഒരു അർദ്ധനി ഉണ്ടായിരുന്നു പണ്ട്. ഓർമ്മ ഉണ്ടോന്നാവും. അവിടെ നമ്മുടെ തിരുവനന്തപുരം ഭീമാപള്ളി മഹലിലൊന്ന് ശരിയത്ത് നടപ്പാക്കിയതാ. കഥ കഴിഞ്ഞില്ലേ ഹെഡടികളെ കോലെന്തായി എല്ലാവർക്കും അറിയാം. അപ്പൊ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മതേതര രാജ്യമാണ്. ഇവിടെ നിയമം കൈയ്യിലെടുക്കാൻ കഴിയില്ല. ഇതിന്റെ മതവിധി പ്രഖ്യാപിക്കാനേ കഴിയുള്ളൂ. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ റഹീം സാഹിബിന്റെ കഥ ഞങ്ങൾക്ക് പോലും അറിയാത്ത കഥയാണ് ആ പറഞ്ഞത്. ആ കഥയാണ് ഇവിടെ പറഞ്ഞത്. മതവിധി പരസ്യമായി ജനങ്ങളെ ഉത്ബുദ്ധരാക്കാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്. ഞങ്ങൾ എല്ലാ മുഖാമുഖങ്ങളിലും പറയാറുണ്ട്. അതൊന്നുകൂടി ഇവിടെ ആവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ ആളുകൾ തെറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല. അങ്ങനെയാണെങ്കിൽ മുജാഹിദിന്റെ ജമാഅത്തിന്റെ സമ്മേളനത്തിൽ എന്തെല്ലാം തെറ്റുകളെ പണ്ടുകൂടി പറയിപ്പിക്കണം. അതിന്റെ ഉത്തരവാദിത്തം അറിയിച്ചു. അപ്പൊ സമ്മേളനം ഹറാമെന്ന് പറയേണ്ടി വരൂലേ? മുജാഹിദിന്റെ സംസ്ഥാന കൗൺസിലർ നടന്ന നീലപുസ്തകം എന്റെ കയ്യിലല്ലേ? അതിന്റെ 15ാമത്തെ പേര് ഞാൻ വായിക്കണം. എന്തെങ്കിലും ഇവിടെ നോക്കണേ മൂപ്പർക്കും അറിയാതെ എനിക്ക് തോന്നുന്നത് കയ്യിലുണ്ടില്ലേ? അത് വലിയ ജനസമയമില്ല. മുജാഹിദ് സംസ്ഥാന കൗൺസിൽ നടന്ന ഒരിക്കൽ ജാമിയ സലഫിയയിൽ സംസ്ഥാന കൗൺസിൽ നടന്നപ്പോൾ ഞാൻ വായിച്ചതാ. ഞാൻ വേഗം ഞാൻ നമ്മളൊന്നും പറയണ്ട. നിങ്ങൾ ഖുർആൻ ഞങ്ങളൊരു പോയത്തക്കാർ ശരി തന്നെ. ഞങ്ങൾ പഠിത്തം നോക്കി ഞങ്ങൾ നരകത്തിക്കാഴ്ച പഠിത്തം കൂട്ടരാണോ? ആയിക്കോട്ടെ. ഞങ്ങളിങ്ങനെ സാധുക്കൾ അന്തല്ലാതെ തീവ്രല്ലാതെ നരകത്തേക്ക് മാത്രം പോസ്റ്റ് കൂട്ടുക. എന്നാൽ മുജാഹിദുകൾ എന്താണ് സഹോദരങ്ങളെ? സ്വർഗത്തിക്കായിട്ട് അള്ളാഹുത്തലങ്ങൾ പറഞ്ഞേറ്റ കൂട്ടരാണല്ലോ മുജാഹിദുകൾ. ആ മുജാഹിദുകളെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവരുടെ നീലപുസ്തകം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അതിൽ അവർ പറയുന്നത് കാണാം. എന്താ അതിന്റെ 15ാമത്തെ പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അവരുടെ ഇന്നത്തെ കേരള ഐപ്പ് മറച്ചു ഐപ്പ് മറച്ചു അതാ അപ്പോഴേ ഏതെങ്കിലും മുസ്ലിങ്ങൾ നേർച്ചയുടെ പേരിൽ വല്ല വേണ്ടാത്തരം ചെയ്യുകയാണെങ്കിൽ ആ ഐഡിയോട് മറച്ചു വെച്ചെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട. പൊന്നാരിക്കാരും ചാവക്കാട്ടരും പറഞ്ഞ മാതിരി അത് അങ്ങോട്ടും വേണ്ട, മറ്റത് ഇങ്ങോട്ടും വേണ്ട. മൗലവി പറഞ്ഞത് പൂരത്തിനെ പറ്റിയാണ്. പൂരം നടക്കുന്ന മുസ്ലിങ്ങളാണെന്ന് എല്ലാവർക്കും അറിയും. എന്നാൽ പട്ടാമ്പി നേർച്ച എന്ന പേരിൽ